മുടി പോയവരുടെ കഷ്ടപ്പാട് മുടി പോയവർക്കേ അറിയുള്ളൂ, അല്ലാത്തവർ പലതും പറയും. പക്ഷെ മുടി പോയവരുടെ വിഷമം മുടി പോയവർക്ക് അറിയാം. കഷണ്ടി, മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര, അതുപോലെ തന്നെ അലോപേഷ്യ ഏരിയേറ്റ, അലോപേഷ്യ ടോട്ടാലിസ്, അങ്ങനെ മുടി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ നല്ല ട്രീറ്റ്മെന്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആധുനിക രീതിയിൽ പരിശോധിച്ച് മനസ്സിലാക്കി എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 1, 2, 3, 4 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് പേർക്ക് ഒരു പുതിയ ജീവിതം കൊടുത്തൊരു ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. കാരണം ഇതുണ്ടോ, ഒരാൾക്കും മുടിയില്ല ഇവിടെ വരുമ്പോഴത്തേനും, കണ്ടോ, കാരണം ഈ വീഡിയോയിലാണ് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇവരുടെ രണ്ടാമത്തെ ചിത്രം നോക്കി, എല്ലാവർക്കും മുടി വന്നു. അപ്പം നമ്മുടെ ഡോക്ടർ ബ്രോ നമ്മളൊപ്പം ഉണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേര്, അത് 10,000 പേര്, ചെറുപ്പക്കാരും അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരും മുടിയില്ലാതെ വളരെയധികം വിഷമിക്കുന്നു. അപ്പൊ ഡോക്ടർക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഇവിടെ നേരിട്ട് വരിക, നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അതായത് ഒരു പുതിയ ജീവിതം ഇവിടെ പുതിയ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറും ഒരു എണ്ണയല്ല, എല്ലാവരും കരുതും വെറും ഒരു എണ്ണയാണ്. വെറും ഒരു എണ്ണയല്ല, ഒരു പുതിയ ജീവിതമാണ്. ഒരു പുതിയ ജീവിതമാണ്, ഒരു പക്ക ട്രീറ്റ്മെന്റ്. ഡോക്ടർ ഈ പറയാൻ പോലെ 3 ദിവസം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ടുണ്ടാക്കി മുടി ക്ലിപ്പിച്ച് തരാൻ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തോട്ട് പോയാൽ പോരെ ഞങ്ങളെ പോലെ? എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം? 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടൊന്നും മുടി കിളിർക്കില്ല. മുടി കിളിർക്കാൻ 2 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കും. അത് പ്രോപ്പറായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും, എന്താണ് മുടിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി, മുടി കൊഴിച്ചലിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് മാജിക്കും മന്ത്രമൊന്നും ഈ ലോകത്തൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആരെങ്കിലും എണ്ണയുണ്ടെന്ന് പറയുന്നത് അത് പക്ക തട്ടിപ്പാണ്. കേരളത്തില് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മുടി വെച്ച് കൊടുത്ത വിജയ മാസ്റ്റർ വിഗ്ഗാണ് വെച്ചേക്കുന്നതാണ് ഞാൻ അറിയുന്നത്. സത്യമാണോ? ഇതേ രീതിയൊന്നുമില്ല വിഗ്ഗാണെന്നുള്ളത്, ഇത് ഒറിജിനൽ മുടിയാണ്. അപ്പൊ അതെന്താ അതിന്റെ രഹസ്യം? രഹസ്യം എന്ന് പറഞ്ഞാൽ വിജയ മാസ്റ്റർ മുടി ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണോ? അതെ, സത്യമായിരുന്നു. ആ ഫോട്ടോയിൽ കണ്ടല്ലോ, കഷണ്ടി ആയിട്ടുള്ള ഫോട്ടോ കണ്ടല്ലോ. അത് 2013 ഫോട്ടോ ആണ്. 2013 ഫോട്ടോ ഇപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കാലോ. എൻ്റെ അമ്മാവൻ്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ കണ്ടുപിടിച്ച എണ്ണയാണ് നമ്മൾ പ്രായോഗികമായിട്ട് എല്ലാവർക്കും ഉപയോഗിച്ചത്. എനിക്കും അത് ഉപയോഗിച്ചിട്ടാണ് 2-3 മാസം കൊണ്ട് തന്നെ മുടി വളർച്ചയുണ്ടായി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഉപയോഗിച്ചിട്ടാണ്, ആവശ്യക്കാരായി വന്നിട്ടാണ് ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ വരെ ഉണ്ടാവാനുള്ള കാരണം സാധ്യത. എത്ര പേർക്ക് സത്യം പറഞ്ഞാൽ ഒരു പുതിയ ജീവിതം കാര്യം പറഞ്ഞാണല്ലോ, ഈ മുടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജീവിതം പോകുന്നതിന് തുല്യ. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്ത് സാധനം പറഞ്ഞാലും, ഇപ്പൊ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ, എന്ത് കാര്യം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു ഉൾവരുക അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? കാരണം നമ്മളെ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു സൗന്ദര്യം ഇല്ലെന്നുള്ളൊരു ബോധ്യം വരും. ഇപ്പൊ എല്ലാ കാര്യം, ഇപ്പൊ ദാമ്പത്യമാണെന്നുണ്ടെങ്കിലും ജീവിതമാണെങ്കിലും ഒക്കെ തകരാൻ ഈ പറയുമ്പോൾ ക്യാൻസർ രോഗം വരുന്നതിന് തുല്യമാണ് കഷണ്ടി ആവുന്ന പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് ജീവിതം മാറും. അപ്പൊ എത്ര ആൾക്കാർക്ക് ഒരു പുതിയ ജീവിതം കൊടുത്തിട്ടുണ്ട്? എത്ര എണ്ണി പറയാൻ കഴിയില്ല, അത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാഹത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. കല്യാണം കഴിയാത്തവർ വിവാഹം കഴിച്ചിട്ട് എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും ധാരാളം ആൾക്കാരായതുകൊണ്ട് ഇപ്പം പോകാറില്ല, സമയമില്ല. ഒരുപാട് ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടല്ലേ? ചെറുപ്പക്കാരുള്ള ഒരുപാട് ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടല്ലേ? പല ആൾക്കാരും എന്തുകൊണ്ടാണ് അതിന്റെ ഒരു എക്സാക്ട് പ്രശ്നം എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ഇതില് ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ഹോർമോൺ ഡിസീസസ് ഉണ്ടാവാം, വൈറ്റമിൻ ഡി കുറവായിരിക്കാം, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ ഏറ്റവും കൂടുതൽ പ്രൈമറി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരാൾക്ക് ഒരു മുടി കൊഴിച്ചിലുണ്ട്, അയാൾ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള കാരണം അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയായ കാര്യമല്ല. കറക്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം മുടി കൊഴിച്ചൽ എന്നുള്ളത് മാത്രമേ നമ്മൾ വേർഡ് പറയുന്നുള്ളൂ. ഇതിലിപ്പം അലോപേഷ്യ ഏരിയേറ്റ അതുപോലുള്ള ഒരു ചികിത്സാ രംഗത്തേക്ക് നമ്മൾ നന്നായിട്ട് ചുവട് വെച്ച് റിസൾട്ട് കിട്ടി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർന്നു വന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് ഇത്. അപ്പൊ അത് എന്ന് പറയുന്നത് ഈ ചെറിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ 3 മന്ത് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഡിസീസ് ആണ്. അത് ആൾക്കാർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണത്തിൽ ഒരാളും ഇതുവരെയും ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. അത് മുടി കൊഴിച്ചിൽ, ഇപ്പം ഒരാൾക്ക് മുടി കൊഴിച്ചിൽ വരുന്നു, അയാൾക്ക് മുടി കൊഴിച്ചിൽ വരാൻ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൽ പൊതുവെ അങ്ങനെ ആ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതല്ലേ? ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് ആ കാരണത്തെ കണ്ടെത്തിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുന്നത്. ഹോർമോണൽ അനാലിസിസും കൂടെ നോക്കിയിട്ടാണ്. അത് വേണ്ടവർക്കാണ്. അത് ഓരോ പേഷ്യന്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതല്ല. ലേഡീസിനാണെങ്കിൽ അവരുടെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിന് കൂടെ ചേർന്നതാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഡോക്ടറെ, ഈ സ്ഥാപനം എവിടെയാ? കണ്ണൂർ ജില്ലയില് മട്ടന്നൂരാണിത്. എല്ലാവർക്കും ഇവിടെ വരാം. ഇപ്പൊ ഒരുപാട് പേര്, ഇപ്പം
തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ കാസർഗോഡുള്ള ആൾക്കാരുണ്ട്. ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എന്തോ ചെയ്യാൻ വേണ്ടി പറ്റും? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരിവിടെ വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാരിവിടെ വരുന്നുണ്ട്. പിന്നെ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ നമ്മൾ വാട്സപ്പ് ത്രൂ കൺസൾട്ടേഷൻ എടുക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, നമ്മളെ വിളിച്ചാൽ മതി. ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി നേരിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളിത് ലോകത്തെവിടെ വേണമെങ്കിലും ഞങ്ങളിത് അയച്ചു കൊടുക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത.